2-3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മളൊരു ഡ്രോൺ വീഡിയോ കുളപ്പുറം ഓവർപാസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കുന്നുംപുറം ടൗൺ വരെയുള്ള ഒരു കിടിലം വീഡിയോ കാണാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് കണ്ടോക്കാം. കുളപ്പുറം ഓവർപാസിൻ്റെ മുകളിലെത്തി നമ്മളെ ഡ്രോണ് ഇങ്ങോട്ട് നോക്കി. എന്താല്ലേ അടിപൊളി കാഴ്ച. 6 വരിപ്പാതയുടെ ഓവർപാസിൻ്റെ മുകളിലെ ടാറിംഗ് വർക്കുകളും അതുപോലെ അടിഭാഗത്ത് കൂടിയ തൃശ്ശൂർ കോഴിക്കോട് ഭാഗത്ത് 6 വരി ട്രാക്കിട്ട് ലൈനിട്ട് 2 ഭാഗത്തെ ചുമരിൻ്റെ വർക്കുകളും കഴിഞ്ഞു, സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞു. അടിപൊളിയാക്കി വെച്ച ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഡ്രോൺ വഴി കുളപ്പുറത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ കുന്നുംപുറത്ത് പിടിക്കും. അതിന് മുമ്പ് ഈ ഏരിയൻ്റെ വീഡിയോകളൊന്നും ഞാൻ നിങ്ങളെ കാണിക്കട്ടോ. നമുക്കറിയാം ഇവിടുന്ന് കൂരിയാട് ഭാഗത്തേക്ക് നമ്മുടെ ഇതിപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്കുള്ള റോഡ്. ഇവിടെ നമുക്കറിയാം കൂരിയാട് പാലത്തിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ഇരുമ്പ് ചോല അവിടെ നിന്ന് കുറഞ്ഞൊരു ഭാഗത്ത് റോഡ് അവിടെ ക്ലോസ് ചെയ്തിട്ട് സർവീസുള്ള വാഹനങ്ങളൊക്കെ ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ കൂരിയാട് ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് തിരിച്ചാൽ ഇപ്പോൾ പാലത്തിൻ്റെ പണി കഴിഞ്ഞ ഏരിയ ഒക്കെ ചെറുതായിട്ടൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. നോക്കി പാടയാണ് കാണുന്നത്. ഇവിടെ അങ്ങനെ ഉണ്ടല്ലോ അണ്ടർപാസിൻ്റെ ആ ഭാഗം വരെ പാലത്തിൻ്റെ പണി കഴിഞ്ഞ് ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ ഏരിയ കാണുന്നത്. വാഹനങ്ങളൊക്കെ താഴെ സർവീസിന് പോകുന്നെങ്കിലും ഇനി ഉടനെ ഇതിൻ്റെ മുകൾ ഭാഗത്തുകൂടെ മെയിൻ റോഡിലൂടെ കടന്നു പോകും. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുളപ്പുറം നമുക്കറിയാം ആദ്യമൊക്കെ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു ഏരിയയാണ്. കുഴിമന്തി അൽഫാമൊക്കെ ആദ്യം കൂടുതൽ ആളുകൾ ആകർഷിച്ച ഒരു സ്ഥലമായിരുന്നു അവിടെ. ഇപ്പോഴും അങ്ങനെ തന്നെ ആണെങ്കിലും ഇപ്പോൾ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു. എന്നാലും കുളപ്പുറം എല്ലാവർക്കും അറിയുന്നൊരു ഏരിയയാണ്. അതുപോലെ ആദ്യത്തെ ആ റോഡിന് ആദ്യം ഇതുവഴി കടന്നു പോയത്, അതിനപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് അതൊക്കെ നിലർത്തിയിട്ട് കൊണ്ടാണ് പുതിയ റോഡിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കുളപ്പുറം അങ്ങാടി കഴിഞ്ഞ് കുന്നുംപുറത്തേക്ക് പോകുമ്പോൾ ഫസ്റ്റായിട്ട് വരുന്നൊരു അങ്ങാടി ഇവിടെ ആസാദ് നഗറാണ്. ആസാദ് നഗർ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ബെൻഡ് കാണാം. ഇവിടെ ഒരു ബെൻഡാട്ടോ. ഈ ഏരിയ കുന്നുംപുറം കുറച്ചൊക്കെ ബെൻഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വളവും തിരിവൊക്കെ ഉള്ള ഏരിയ ആണെങ്കിലും റോഡ് വളരെ കണ്ടീഷനാട്ടോ. ഉഷാർ റോഡാണ്. നോക്കി ഇവിടുന്ന് ഇങ്ങനെ പാക്കടപ്പുറ ഈ ഭാഗത്തേക്ക് പോണ റോഡുണ്ട്. അതുപോലെ തന്നെ ആസാദ് നഗറിന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്രൂട്ട്സിൻ്റെ കടയൊക്കെ ആയിട്ട് രാത്രി കാണുമ്പോൾ ഇങ്ങനെ ലൈറ്റിങ് ഇങ്ങനെ കുറേ ഇട്ടിട്ട് ഫ്രൂട്ട്സിൻ്റെ ആ ഒരു കടൻ്റെ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത് വരുന്നത് ഏറനഗർ, കൊടുവായൂർ അല്ലേ, കൊടുവായൂരാകുമ്പോൾ ഈ ആസാദ് നഗർ അങ്ങാടി കഴിയുമ്പോൾ അവിടുന്ന് നല്ലൊരു ബെൻഡാണ്. അതുകൊണ്ട് തിരിഞ്ഞാണ് പോകുന്നത്. എന്നാലും ആ മുകളിൽ നിന്നുള്ള കാഴ്ച നോക്കി അടിപൊളി കേട്ടോ. പച്ചപ്പ്, നല്ല വെയിലത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നെങ്കിലും മരങ്ങളും തെങ്ങിൻ തോപ്പുകളും മാവ് അങ്ങനെ എല്ലാ മരങ്ങളും കൊണ്ട് അതിൻ്റെ ഒക്കെ ഇങ്ങനെ വീടുകളൊക്കെ ഇങ്ങനെ കാണാം. വീടിൻ്റെ മുകൾ ഭാഗമൊക്കെ ഈ ഭാഗത്തുള്ള പ്രവാസികളായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വീടൊക്കെ ഒരു കറക്റ്റ് ഇപ്പം ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ഈ മറ്റേ എന്താ പറയുക, നമ്മൾ ആസാദ് നഗർ ഇങ്ങനെ കഴിഞ്ഞു ഇങ്ങോട്ട് എത്തിയിട്ടോ. ആസാദ് നഗർ കഴിഞ്ഞ് നമുക്ക് ഇനി കൊടുവായൂർ എത്താനുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വലിയ റോഡ് കാണുന്നുണ്ട്. പക്ഷേ നമ്മളെ ഡ്രോണിൽ ഇടാ ആ റോഡ് ഇപ്പോൾ എങ്ങനെ ആയിരിക്കും, അച്ചനമ്പലം ഭാഗത്തൊക്കെ ആയിരിക്കുമോ, വേങ്ങര ആ ഭാഗത്തൊക്കെ ആയിരിക്കും. ഏതായാലും നമുക്കിങ്ങനെ അറിയുന്ന കോലത്തിൽ ഇങ്ങനെ പറഞ്ഞു പോവാം. അപ്പോൾ കൊടുവായൂരെത്തി. ആ ചീനി മരം നോക്കി ഇവിടെ നിന്നുകൊണ്ട് ഒരു ബെൻഡാ. ആ ഭാഗത്തൊക്കെ കച്ചവട സ്ഥാപനം ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട്. അതുപോലെ വീടുകളൊക്കെ വലിയ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ കറക്റ്റ് കാണുന്നുണ്ട്. നമ്മളിങ്ങനെ ഡ്രോൺ എടുത്ത് പോകുമ്പോൾ ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച ഒരുവിധം ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ നമ്മളെ സോളാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊടുവായൂരിതാ ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റ് ഭാഗത്തേക്ക് കാടപ്പടി അങ്ങനെ പോലെ കാടപ്പടി ഭാഗത്തേക്ക് പോകാൻ പറ്റും. ഞാൻ ഷോർട്ട് റോഡ് പോയ ഒരു ഓർമ്മയുണ്ട്. അല്ല നല്ല അടിപൊളി സൂപ്പറായിട്ട് നല്ല ചീനിമരവും എല്ലാ മരങ്ങളും കൊണ്ട് ഇങ്ങനെ തണൽ ഒക്കെ ഉള്ളതുകൊണ്ട് അസ്വസ്ഥയിൽ ഇങ്ങനെ പോകാൻ പറ്റും ചിലയിരുന്ന്. ഈ ഇവിടെയൊക്കെ പൈന ആണ്ടിലുകൾ ഇറങ്ങുമ്പോൾ നല്ല ചൂടാണ്. എന്നിരുന്നാലും നമ്മൾ മുന്നേ പറഞ്ഞാലേ പ്രവാസികൾക്ക് അതർ സ്റ്റേറ്റിലുള്ളവർക്ക് മറ്റുള്ള ഈ നാടിൽ ജോലിയാർത്ഥം പല അത് പോയവർക്കൊക്കെ അവരുടെ വീടൊക്കെ ഇങ്ങനെ ഡ്രോൺ വഴി അതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവും. അവരൊക്കെ ഒന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഇറക്കിട്ടോ. നമ്മളെ വീട് ഇങ്ങനെ കച്ചവട സ്ഥാപനങ്ങൾ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇറക്കി നമ്മളെ ഏരിയ ഒക്കെ ഒന്ന് അറിയിക്കും. രസമല്ലേ. അപ്പോൾ നമ്മളങ്ങനെ എവിടെ എത്തിയറിയോ, കക്കാടംപുറത്ത് എത്താനായിക്കണ്. കക്കാടംപുറത്തും ഈ കുളപ്പുറത്തിൻ്റെയും കുന്നുംപുറത്തിൻ്റെയും ഇടയിൽ നോക്കുകയാണെങ്കിൽ ഇന്നൊരു വലിയൊരു അങ്ങാടി വരുന്നത് കക്കാടംപുറമാണ്. കക്കാടംപുറം അവിടെ നിന്ന് അങ്ങോട്ട് ചേറൂർ ഭാഗത്തേക്ക് ഉള്ള റോഡ് നമ്മളെ അതുപോലെ ഈ മിനി ഊട്ടി ഭാഗത്തൊക്കെ കടന്നു പോകാൻ പറ്റിയ ആ ഒരു ഏരിയ റോഡ് കാണാം. യാർത്തമ്പടിയിലെ അങ്ങനെ തന്നെയല്ലേ എൻ്റെ ഓർമ്മ ശരിയാണ്. യാർത്തമ്പടി ഇങ്ങോട്ടാണ്. ഈ റോഡിന് ഈ റോഡ് ഇങ്ങനെ പോയാൽ വേങ്ങര ഭാഗത്തു കൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകാം. അപ്പോൾ ഏതായാലും നമ്മൾ കക്കാടംപുറം അങ്ങാടി എത്തി. അത് കഴിഞ്ഞാൽ ഇനി വരാൻ പോണത് ഇവിടെ വലിയ ടവറൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലൊക്കെ ശ്രദ്ധിച്ച് നമ്മളെ ക്യാമറ
ശ്രദ്ധയോടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ്. അവിടെ ഇവിടെ നിന്നാണ് പച്ചപ്പെട്ടാണ്, തെങ്ങിൻ തോപ്പാണ്, അടിപൊളിയായിട്ട്. കക്കാടംപുറം കഴിഞ്ഞാൽ ഇനി വരുന്ന അങ്ങാടി ഒരു അങ്ങാടി വരുന്നത്, എന്താണ് അതിൻ്റെ പേര്, കൊടക്കല്ല് കൊണ്ടോട്ടി ഭാഗത്ത് ഒരു കൊടക്കല്ലുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഒരു കൊടക്കല്ല്, കക്കാടംപുറം കഴിഞ്ഞാൽ പിന്നെ കൊടക്കല്ല്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ കുന്നുംപുറത്തേക്ക്. ഏതായാലും ഞാൻ ഒന്നുകൂടി റിട്ടേൺ ഒന്നുകൂടി ഇവിടുന്ന് ഈ കക്കാടംപുറം കഴിഞ്ഞാൽ ഒറ്റ രീതി ഇറക്കുകയുള്ള. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെയാണ് കാണിക്കാം. റോഡ് കുഴപ്പമില്ല കേട്ടോ, നല്ല ഉഷാറായിട്ട് റോഡാണ്. കുന്നുംപുറം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തോട്ടശ്ശേരി ഭാഗത്തിൻ്റെ ഇറക്കണ്ടല്ലോ, അവിടുന്ന് അതിൻ്റെ മുകളിൽ നിന്ന് കാഴ്ച സൂപ്പറായിരിക്കും. അങ്ങനെ നമ്മൾ കക്കാടംപുറം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കൊടക്കല്ല് ഭാഗം ചെറിയൊരു അങ്ങാടിയാണ്. കൊടക്കല്ല് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ ഈ കരിക്കാട് ഏരിയ നോക്കുമ്പോൾ കൊടക്കല്ല്, തുള്ളിപ്പാറ, അങ്ങോട്ടൊരു കൊടക്കല്ലുണ്ട്. വേറെ എവിടൊക്കെ കേട്ട മാതിരി കൊടക്കല്ല് പല സ്ഥലത്ത് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഏരിയയിലപ്പം നമ്മളുള്ളത് ഇങ്ങോട്ട് നോക്കി, അടിപൊളിയാണ്, സൂപ്പർ കാഴ്ച. ഇവിടെ കുറച്ചത് ഉയർത്തിയിട്ട് എടുക്കണേ, നല്ല ഒരു ഇറക്കമുണ്ട്, ചെറിയൊരു ഇറക്കം. ഇവിടെ പിന്നെ സ്ട്രൈറ്റ് ആയിട്ടാണ് റോഡ് കടന്ന് പോകുന്നത്. പിന്നെ കുന്നുംപുറം ഇവിടെ എത്തുന്നതിന് മുമ്പായിട്ട് 2 പെട്രോൾ പമ്പുണ്ട്. അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലൊക്കെ ഉള്ള ഒരു അങ്ങാടി തന്നെയാണ്. ഹോസ്പിറ്റലുകളുണ്ട്, അതുപോലെ കച്ചവട സ്ഥാപനങ്ങൾ ഒരുപാടുള്ള ഏരിയ, മസ്ജിദുകൾ, അങ്ങനെ എല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയയാണ് കുന്നുംപുറം. അങ്ങനെ അതാ നമ്മൾ പറഞ്ഞ ഇത് കൊടക്കല്ല് ഈ ഏരിയ തന്നെ ആണ്. കൊടക്കല്ല് കഴിഞ്ഞാൽ പെട്രോൾ പമ്പ്, കുന്നുംപുറം. ഇവിടെ തന്നെ നോക്കിയാൽ കുന്നുംപുറത്തിൻ്റെ ഒരു കാഴ്ച സൂപ്പറാട്ടോ. മരങ്ങളൊക്കെ ഉണ്ട് ഉള്ളതുകൊണ്ട്. നമ്മളിപ്പോൾ ദേശീയപാത NH പുതിയ റോഡിൻ്റെ ഈ നേരത്തിൽ എടുക്കാൻ പോയാൽ എന്തായാലും പണി കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ റോഡിനാവുമ്പോൾ, ഇതിപ്പോൾ 2 ലൈൻ റോഡല്ലേ, അപ്പോൾ ഇങ്ങനത്തെ റോഡിന് കടന്നു പോകുമ്പോൾ മരങ്ങളൊക്കെ ഇങ്ങനെ റോഡിന് ചാഞ്ഞുന്നതുകൊണ്ട് ചെറിയൊരു ആശ്വാസത്തോടെയൊക്കെ ഇങ്ങനെ കടന്നു പോകാം. നല്ല വെയിലാണ്, എന്നാലും ആസ്വാദനം നോക്കി ഒന്നിട്ട് തിരിച്ചെടുക്കുകയാണ് നമ്മൾ. കക്കാടം ഇവിടേക്ക് തന്നെ ഒന്നുകൂടി തിരിച്ച് വരാം കേട്ടോ. കാരണം അവിടെ നമുക്ക് ഒന്നുകൂടി നിങ്ങളെ കാണിക്കുന്നുണ്ട് കൊടക്കല്ല് ഭാഗം. അപ്പോൾ അവിടുന്ന് ഒന്ന് മൊത്തത്തിലൊന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്താൽ ഈ ഏരിയ നമ്മൾ സ്പീഡിൽ പോകുന്നതുകൊണ്ട് എത്ര കാണാൻ പറ്റും. ഇങ്ങോട്ടേക്ക് കൊടക്കല്ലിൻ്റെ ആ ഒരു ഏരിയ തന്നെയാണ് ഇത് ഇടല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ നേരെ കുന്നുംപുറത്തേക്കാണ്ട് കയറാം. കുന്നുംപുറത്ത് അങ്ങാടിയും എത്രത്തോളം ബിൽഡിങ്ങുകളാണ്, ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗം എങ്ങനെയാണ്, അതിൻ്റെ എത്രത്തോളം ഏരിയ ഉണ്ട് കുന്നുംപുറം, എത്രത്തോളം മറ്റു റോഡുകളുണ്ട് കുന്നുംപുറം, ഒക്കെ നമുക്ക് കുന്നുംപുറത്ത് നിന്നാണ് കാണിച്ചു തരാം കേട്ടോ. ഇതാ കുന്നുംപുറത്ത് കയറാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അവിടെ നിർത്തേണ്ടി വന്നു. അതുകൊണ്ടാണ് ഡ്രോണിനെ അങ്ങോട്ട് തന്നെ കൊടക്കല്ല് ഭാഗത്തേക്ക് തന്നെ തിരിക്കേണ്ടി വന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി കുന്നുംപുറം. അപ്പോൾ നമ്മൾ പറഞ്ഞേരി ചമ്മാടിൻ്റെ അത്ര ഇല്ലെങ്കിലും, കോട്ടക്കലിൻ്റെ അത്ര ഇല്ലെങ്കിലും, വേങ്ങേൻ്റെ അത്ര ഇല്ലെങ്കിലും ഏകദേശമൊക്കെ ആയി തുടങ്ങിയിരിക്കണ്. പല റോഡിനും ബിൽഡിങ്ങുകളും കച്ചവട സ്ഥാപനങ്ങളൊക്കെ ആയിട്ട്. പെട്രോൾ പമ്പ് അതിട്ടാ, പെട്രോൾ പമ്പ് കഴിഞ്ഞു. അങ്ങനെ ഒരു കയറ്റം. ഞാൻ ഇവിടെ അതുപോലെ ഈ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട് ഇവിടെ. അതുപോലെ പല ഇതുകൊണ്ടും എല്ലാം ഹോൾസെയിലായിട്ടും എല്ലാ സംഖ്യ കിട്ടും. സോളാർ ഒരു വിധം ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ നമുക്ക് സോളാർ കാണാം. കണ്ടില്ല നിങ്ങൾ? ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു അടിപൊളി ഏരിയയാണ് കുന്നുംപുറം. അങ്ങനെ കുന്നുംപുറം മങ്ങാടി കൂടിയുള്ള ആ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുളപ്പുറത്ത് നിന്ന് തുടങ്ങി നമ്മൾ ഇവിടെയൊക്കെ സോളാറാക്കി. ഇവിടെയൊക്കെ സോളാർ, വലിയ വലിയ ബിൽഡിംഗ്. ഇതൊരു ഹോസ്പിറ്റലല്ലേ, ഇതാണ് ഹോസ്പിറ്റൽ തോന്നുന്നത്. ഏതായാലും ഡ്രോണായിട്ട് ഇങ്ങനെ പോകുമ്പോൾ രസന് കാണാൻ നാട് മുകളിൽ കൂടെ ഒക്കെ ആകുമ്പോൾ ഏതൊക്കെ ഏരിയ, എത്രത്തോളം പള്ളികൾ കാണാം. അതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ അവരവരുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ ബിൽഡിങ് കാണാം, കച്ചവട സ്ഥാപനങ്ങൾ കാണാം, എല്ലാം കാണാം. അവരെ അങ്ങാടി കാണാം. ഒരു പ്രത്യേക ഒരു വൈവാട്ടാണ്, പ്രത്യേക ഇതാണ്. നമ്മളെ നാടിങ്ങനെ മുകളിലൂടെ കാണുമ്പോൾ ഒരു പ്രത്യേക തരം രസം ഇങ്ങനെ കണ്ടിരുന്ന് പോകും. നോക്കി കുന്നുംപുറത്തിൻ്റെ അങ്ങാടി കഴിഞ്ഞ് ഈ ഏരിയ എന്നുള്ളൊരു ഷോട്ടാണ് കാണിക്കുന്നത്. അതായത് ആ പെട്രോൾ പമ്പ് കഴിഞ്ഞിങ്ങനെ കയറി വന്ന് നമ്മൾ തോട്ടശ്ശേരി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ മുകളിൽ നിന്ന് ഒന്നുകൂടി ഉയർത്തിയിട്ട് കുന്നുംപുറത്തിൻ്റെ മൊത്തമായിട്ടുള്ളൊരു കാഴ്ചയാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നിങ്ങനെ ഉയർത്തിയിട്ട് നമുക്ക് മൊത്തം ഉണ്ടാകും. കുന്നുംപുറം എത്രത്തോളം ഉണ്ട് നോക്കി, എത്രത്തോളം ഏരിയയിലാണ് കുന്നുംപുറം നിൽക്കുന്നത് എന്നുള്ളത് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. അവിടെ ടവർ കാണാം, മിനാരങ്ങൾ ഉയർന്നു നിൽക്കുന്നത് കാണാം, പള്ളി,
അതുപോലെ തന്നെ ഓരോ ഏരിയയിലേക്കുള്ള റോഡുകൾ കാണാം. ആ ഏരിയ ഉണ്ടല്ലോ ഒഴിഞ്ഞ പ്രദേശം എടാ അവിടെ തിരിച്ച് ഈ കുന്നുംപുറം കഴിഞ്ഞാൽ ഒരു ഇറക്കമുള്ള, അപ്പോൾ ആ ഇറക്കത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ട് എന്താ പറയുക പച്ചപ്പുള്ള നല്ല ഏരിയയാണ്, നല്ല പ്രകൃതി. നേരെ ഇവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റ് ഭാഗത്ത് റൈറ്റ് ഭാഗത്തേക്ക് മിനിയൂട്ടി റോഡ് അങ്ങനെയൊക്കെ ആയിട്ട് മിനിയൂട്ടിൻ്റെ ഒക്കെ ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ പ്ലെയിനൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ താഴെ നല്ല വലുതായിട്ട് കാണുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി ആ കുത്തനെ ഇറക്കും വളം അല്ലേ, ഇറക്കുണ്ട് ഒരു ബെൻഡ് കാര്യങ്ങളൊക്കെ ഉള്ള ആ ഏരിയക്ക് ഇങ്ങനെ കാണിച്ചിട്ട് ആ താഴ്ന്ന ഭാഗത്തുനിന്ന് ഡ്രോൺ ഉയർത്തിയിട്ട് ആ ഏരിയയും കാണിച്ച് കുന്നൂറും ഭാഗത്ത് തിരിച്ച് വന്നിട്ടാണ് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2-3 ദിവസമായി ഡ്രോൺ വീഡിയോ ഓരോ അങ്ങാടിന് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പലരും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് ഇന്ന ഏരിയ എന്ന്. കാരണം അവർക്കൊക്കെ ഓലക്കൊക്കെ രസമുള്ള ഓരോ നാടൊക്കെ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് പ്രവാസികളും അല്ലെങ്കിൽ മറ്റുള്ള അതർ സ്റ്റേറ്റിലേക്ക് ജില്ലേൻ്റെ തന്നെ പല ഭാഗങ്ങൾക്ക് നമ്മളെ കേരളത്തിൻ്റെ പല ജോലിക്ക് പോയവരൊക്കെ വെറുതെ വൈകുന്നേരമൊക്കെ ഇരിക്കുമ്പോൾ പല നാട് ഇങ്ങനെ ഡ്രോൺ പോയി ഇങ്ങനെ കാണുമ്പോൾ അതൊരു പ്രത്യേക വൈബാണ്. അപ്പോൾ പലരും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് ഇന്ന ഏരിയ ഒന്ന് കാണിക്കണം, കോട്ടക്കൽ കാണിക്കണം. അപ്പോൾ നമ്മൾ കോട്ടക്കൽ കാണിച്ചു, ചമ്മാട് ഭാഗം കാണിച്ചു, വേങ്ങര ഭാഗം കാണിച്ചു, ഇപ്പോൾ കുന്നുംപുറം ഭാഗം കാണിച്ചു. അങ്ങനെതാ നമ്മൾ ആ ഇറക്കത്തിൽ കുന്നുംപുറം കഴിഞ്ഞ ഇറക്കത്തിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോണ്. ഡ്രോണെ തിരിച്ച് വിളിച്ച് ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു മസ്ജിദൊക്കെ ഉണ്ട് തോന്നുന്നു ഓർമ്മയിൽ, ഏതായാലും അവിടെയാണ് ഇറക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് നമ്മുടെ ചാനൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാം. അതുപോലെ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. കാരണം നമുക്ക് അതൊരു 1 ലാക്ക് ആക്കാനുള്ള പരിപാടിയാണ്. 70,000 സബ്ബുള്ളത്. അപ്പോൾ അതൊന്ന് യൂട്യൂബിൽ കൂടെ കാണൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഡ്രോൺ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താഴ്ത്തി നമ്മളിതാ ഇവിടെ എത്തി. ഓക്കെ, കാണാം അടുത്തൊരു ഡ്രോൺ വീഡിയോ. എല്ലാവർക്കും ബൈ, ഇൻഷാ അല്ലാഹ്.